ഇന്ന് നമുക്ക് ഒറാക്കിൾ കാർഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം കേട്ടോ. വൈ ഡു ഐ ഫീൽ സോ ലോസ്റ്റ്? അവർക്ക് എല്ലാം ഒരു ഗ്ലൂമി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ നീഡ് ടു ഹോൾഡ് ബാക്ക് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. എന്തോ ഒരു സാഹചര്യം മൂലം അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് എന്നവർ പറയുന്നു. വൈ കാണ്ട് ഐ ടെൽ യു ദ ട്രൂത്ത്? അവരുടെ ട്രൂ ഫീലിങ്സ് എന്തുകൊണ്ടാണ് ഇവർക്ക് പറയാൻ പറ്റാത്തത്? അതായത് ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഡോണ്ട് വെയിറ്റ് ഫോർ മീ പ്ലീസ്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെസ്പറേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ലൈഫ് വിത്തൗട്ട് ഈസ് ഹോപ്പ്ലെസ്, ഡാർക്ക്, ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ്. നിങ്ങളെ അടുത്ത് മൂവ് ഓൺ ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളില്ലാത്തൊരു ലൈഫ്, വെളിച്ചം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഐ വാസ് ഹേർട്ട് ബൈ യു. നിങ്ങൾ വഴക്കിട്ട് കാണും, എന്തെങ്കിലും ഹാർഷായിട്ട് സംസാരിച്ച് കാണും. അതിനെ പറ്റിയാണ് അവർ പറയുന്നത്. വിൽ ദിസ് എവർ ചേഞ്ച്? ഈ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ചേഞ്ച് ആകുമോ? ഡെസ്പറേഷനാണ് അവിടെ കാണുന്നത്. ദ പാഷൻ ഇസ് ടു മച്ച്. അവർ നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദീസ് ഫീലിങ്സ് ആർ ഈറ്റിംഗ് മീ അലൈവ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഓവർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് വല്ലാത്ത സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ ലോങ് ഫോർ യുവർ കിസ്. ഞാൻ ഒന്നും പറയണ്ടല്ലോ. ദ പാഷൻ ഐ ഫീൽ ഈസ് ഓവർവെൽമിങ്. ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. ഞാൻ പറഞ്ഞില്ല, അവർക്ക് സ്നേഹം മനസ്സിൽ വിങ്ങുന്നുണ്ട്. അത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നില്ല. ചൈൽഡ്ഹുഡ് ട്രോമ. ചിലർക്കെങ്കിലും പാരൻ്റൽ ഇഷ്യൂസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. പാരൻസ് ഒരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്നുണ്ട്. ഡ്രാമ. അവരുടെ ലൈഫിൽ അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഐ എം അഫ്രേഡ് ടു ലൂസ് യു. നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നവർക്ക് പേടിയുണ്ട്.